ജന്മാദ്യസേതന്നയാതിതരതച്ചാർത്ഥേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയച്ചൂരയ തേജോവാരിമൃതാം യഥാവിനിമയോ എത്ര തിസർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ 18 അധ്യായം നമ്മൾ പിന്നിട്ടു. അടുത്തത് 19-ാമത്തെ അധ്യായം. സൂത ഉവാച മഹീപതിസ്ത്വതത്കർമ്മഗർഹ്യം വിചിന്തയൻ ആത്മകൃതം സുദുർമന അഹോ മയാ നീചമനാര്യവത്കൃതം നിരാകസി ബ്രഹ്മണി ഗൂഢതേജസി. അഥ മഹീപതി രാജാവാകട്ടെ, അഥ അതിനുശേഷം രാജാവാകട്ടെ, മഹീപതി രാജാവ്, ആത്മകൃതം കർമ്മ, താൻ ചെയ്യപ്പെട്ടതായ കർമ്മം, ചത്തവാമ്പിനെ എടുത്ത് കഴുത്തിലിടുക എന്ന കർമ്മമാണ് ഗർഹ്യം എന്നിവിടെ ഉദ്ദേശിച്ചത്. കർമ്മ, തന്നാൽ ചെയ്യപ്പെട്ടതും നിന്ദ്യവും ആയ ആ കർമ്മത്തെ, തത് കർമ്മ, അതെങ്ങനത്തെ കർമ്മമാണെന്നുള്ളത് പറഞ്ഞു. ആത്മകൃതം ഗർഹ്യമായ കർമ്മം, നിന്ദ്യവും താൻ ചെയ്തതുമായ തത് കർമ്മ, വിചിന്തയൻ, ആലോചിക്കുന്നതായിട്ട്. ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് തെറ്റായി എന്ന് തോന്നി, ചെയ്ത് കഴിഞ്ഞു, പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ നടന്നു വരിക, അദ്ദേഹം തേരിലിങ്ങനെ എവിടെയല്ലോ നടന്നിട്ടോ എങ്ങനെ അറിയില്ല, ഇങ്ങനെ വന്നു കുറേ ഇങ്ങോട്ട് പോന്നു. മനസ്സിലിങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, പിന്നാക്കം പോയിട്ടത് തിരിച്ച് ചെയ്യാൻ മടി വന്നു, ചെയ്തതുമില്ല. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അപരാധം പറഞ്ഞാൽ മതിയായിരുന്നു. അതൊന്നും ചെയ്തില്ല. മനസ്സിലൊരു വിഷമം തോന്നി, താൻ ചെയ്തത് തെറ്റായോ. ദുർമന, ദുർമന, സുദുർമന, നല്ലപോലെ ആകുലപ്പെട്ട മനസ്സോട് കൂടിയിട്ട്. കണ്ടോ, ശരിയല്ലാത്ത പ്രവൃത്തി എവിടെ ചെയ്തുവോ അവിടെ നമുക്ക് സമാധാനമല്ല ലഭിക്കുക, സംശയിക്കാനില്ല. അതുകൊണ്ടൊരു പ്രവൃത്തി നേരെയോ നേരെയില്ലേ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ് ലാബറട്ടറിയിലേക്കൊന്നും പോകണ്ട ടെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ മനസ്സ് പറയുന്നതാണ്. ഒരാളേക്ക് ഒന്നും ഉപദ്രവിച്ച് നമുക്ക് സ്വസ്ഥത കിട്ടുമോ? കൊലയാളികൾക്കടക്കം സ്വസ്ഥത കിട്ടില്ല എന്നാണ് പറയണത്, നമുക്കറിയില്ലല്ലോ. അവർക്ക് സ്വസ്ഥത കിട്ടില്ല, അവർ ഉറങ്ങില്ല. അതിനുകൊണ്ടാണ് മദ്യത്തെ സേവിക്കുന്നതും എന്തെങ്കിലും കഴിക്കേണ്ടി വരുന്നതും. കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സാധാരണക്കാരുടെ സ്ഥിതി പറയാനുണ്ടോ? അപ്പോൾ ശരിയല്ലാത്ത പ്രവൃത്തികൾ, ദുർമന, കുണ്ഠിതമായിട്ടുള്ള മനസ്സോടുകൂടി, അഹോ നിരാഗസി, അപരാധം ഒട്ടും ചെയ്യാത്ത ആ ഋഷിയെ, ഒരു തെറ്റും ചെയ്യാത്ത ഋഷിയെ, അവിടെ ഇരുന്ന് തപസ് ചെയ്യണേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. അതാണ് നിരാഗസി, തെറ്റ് ചെയ്യാത്തവനും ഗൂഢതേജസി, തേജസ്സുള്ളവനും ആയ ബ്രഹ്മണി, ബ്രാഹ്മണനിൽ, മയ, എന്നാൽ എന്ത് ചെയ്തു, നീചം കൃതം, നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യപ്പെട്ടു, കൃതം ചെയ്യപ്പെട്ടു. അതൊരു തെറ്റും ചെയ്യാണ്ട് ശാന്തമായി ഒരു ഭാഗത്തിരുന്ന് തപസ് ചെയ്യുക മാത്രം ചെയ്യുന്ന ബ്രാഹ്മണനിൽ, അനാര്യവത്, മര്യാദ ഇല്ലാത്ത ഒരാളെ പോലെ, പ്രാകൃതം ചെയ്യുന്നത് പോലെ ഞാൻ തെറ്റ് ചെയ്തല്ലോ ഈശ്വര എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. മഹീപതിത്വത കർമ്മഗർഹ്യം, ഗർഹ്യം കർമ്മ വിചിന്തയൻ, അതിനെ ചിന്തിച്ച്, ആത്മകൃതം, തന്നാൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയെ ചിന്തിച്ച്, സുദുർമന, മനസ്സ് ദുഃഖിച്ചുകൊണ്ട് അസ്വസ്ഥമായിക്കൊണ്ട് ഇപ്രകാരം ചിന്തിച്ചു. എപ്രകാരം ചിന്തിച്ചു? അഹോമയ നീചമനാര്യവത്, അനാര്യവത് നീചം കൃതം, അനാര്യവനെ പോലെ, മര്യാദയില്ലാത്തവനെ, പ്രാകൃതനെ പോലെ നീചപ്രവൃത്തി ഞാൻ ചെയ്തു, കൃതം ചെയ്തു. ആരിൽ? അനാകസി ഗൂഢതേജസി ബ്രഹ്മണി, യാതൊരു തെറ്റും ചെയ്യാത്ത തേജസ്വിയായ, വെറുതെ ഒരാളല്ല, തപസ് ചെയ്തവർക്കൊക്കെ തേജസ് ഉണ്ടാവും അല്ലേ, തേജസ്വിയായിട്ടുള്ള ബ്രാഹ്മണനിൽ തെറ്റ് ചെയ്തു. ധ്രുവം തതോ മേ ദേവകേളനാൻ ദുരത്തയം വ്യസനം നാതിദീർഘാത്ത തത്വകാമന്തകൃതായ മേ യഥാനഗുര്യാം പുനരേവമദ്ധ. അടുത്തായിട്ട് എന്താണ് ചിന്തിച്ചത്? തഥാ കൃത ദേവകേളനാത്, ദേവനിന്ദ ചെയ്തവനായിട്ട്, ബ്രാഹ്മണനെ നിന്ദിച്ച ദേവനെ നിന്ദിച്ചതിന് സമമാണ്
അവിടെ ദേവൻ എന്നിവിടെ പര്യായമായിട്ട് പ്രയോഗിച്ചു. ബ്രാഹ്മണ നിന്ദയാണ്. ദേവനിന്ദ ചെയ്തത് കൊണ്ട് മേ നാതി നീർഗാൽ ദുരത്യയം വ്യസനം ധ്രുവം. ഇത് വെറുതെ പോവില്ല. അപ്പം തന്നെ തോന്നി രാജാവിന് ഇന്ന് ശരിയാവണ കാര്യമല്ല, ഇതിനെനിക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ന അതിദീർഘാത്, കാലവിളംബം കൂടാതെ, ദീർഘത്വം കൂടാതെ, ദുരത്യയം വ്യസനം ധ്രുവം മേ അഖനിഷ്കൃതായ ഭവിക്കും എന്നർത്ഥം. അധികം താമസിയാണ്ട് എനിക്കിതിനുള്ള ഒരു ദുരനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. ദുരത്യയം കടക്കാൻ കഴിയാത്ത, അകറ്റാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്ത, പരിഹാരമില്ലാത്ത ദുരത്യയം, പരിഹാരം ഇല്ലാത്ത ദുഃഖം നാതിദീർഘാത് ഉണ്ടാവും. തോന്നി, ചില തോന്നൽ അത് ശരിയാവുകയാണല്ലോ. തതത്തു കാമം തകനിഷ്കൃതായ മേ യഥാന കുര്യാം പുനരേവ മദ്ധ. ഉണ്ടാവട്ടെ എന്ന് സ്വയം ചിന്തിച്ചു അത്രേ. എൻ്റെ പാപത്തിൻ്റെ നാശത്തിനായിക്കൊണ്ട് ആ ശാപം, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടട്ടെ. അദ്ധാ വളരെ വേഗം അസ്തു ഭവിക്കട്ടെ. ഇപ്പം തന്നെ അതിൻ്റെ പാപം, അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചാൽ അവിടെ തീരുവത്. അവിടെ പോയിട്ട് നരകശിക്ഷ അനുഭവിക്കാതിരിക്കാമല്ലോ. തതസ്തു കാമം ത്വകനിഷ്കൃതായ മേ. ഈ അകത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ കടക്കാനായിക്കൊണ്ട്, നാശത്തിനായിക്കൊണ്ട് പൂർണ്ണമായിട്ടും എന്തുണ്ടാവണം? ആ ദുഃഖം എനിക്ക് സംഭവിക്കണം എന്നാണ് പറഞ്ഞത്. ശരാ തെറ്റ് ശിക്ഷ കിട്ടരുതേ എന്നല്ല പറഞ്ഞത്. അങ്ങനെ അത്രേ വേണ്ടത്. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായ വേഗം അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. എന്നാൽ അത് ആ ഒരു ശിക്ഷ കൊണ്ട് കഴിയും. രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറയും നമ്മൾ. ചിലപ്പോൾ രക്ഷപ്പെടലല്ല, അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുള്ള ഓരോ വാക്കിനും പ്രവൃത്തിക്കും നോട്ടത്തിനടക്കം. നോട്ടം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. നരകവർണ്ണനയിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കയറി വരുന്ന അതിഥിയെ അവഗണനയോട് കൂടിയിട്ട് നോക്കിയാലടക്കം ശിക്ഷയുണ്ടെന്നാണ്. കണ്ണ് കുത്തിപ്പറിക്കണ പക്ഷികളുണ്ട് അത്രയും നരകത്തിൽ. അപ്പം നോട്ടമടക്കം പ്രവൃത്തി, വാക്ക്, ഇതിനൊക്കെ പാപം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും വിടില്ല. ചിത്രത്തിൻ്റെ കമ്പ്യൂട്ടറൊന്നും വൈറസ് കയറില്ല, അത്ര പെർഫെക്റ്റാണ്. നമ്മുടെ കമ്പ്യൂട്ടറെ ഡാമേജ് ആവുള്ളൂ. അതുകൊണ്ട് ആ ശിക്ഷ അവിടെ അനുഭവിക്കാതിരിക്കാൻ എന്തു വേണം? ഇവിടെ എനിക്ക് അതിനുള്ള ദുരനുഭവം ഉടനെ ഉണ്ടാവട്ടെ. അപ്പം അതോടുകൂടി കഴിഞ്ഞു എന്നാണ്. പിന്നെ ഉണ്ടാവില്ല. ഒരു തെറ്റിന് ഒരു ശിക്ഷയുള്ളൂ. അത് ഒരു പ്രാവശ്യം ചെറുതായി കിട്ടിയാൽ അതോടുകൂടി കഴിഞ്ഞു, പിന്നെ ശിക്ഷിക്കില്ല എന്നാണ്. അതുകൊണ്ട് പറയുകയാണ് പുനരേവ മദ്ധ, വളരെ വേഗം, വേഗം എനിക്ക് എന്ത് ചെയ്യണം? പാപനിവൃത്തിക്കായിട്ട്, അവിടെ പോയിട്ടുള്ള പാപശിക്ഷ നിവൃത്തിക്കായിക്കൊണ്ട് തദസ്തു, ശിക്ഷ ഉണ്ടാവട്ടെ. ദുരത്യയം വ്യസനം അസ്തു, വേഗം അതിനുള്ളതായിട്ടുള്ള വ്യസനം ഉണ്ടാവട്ടെ. ദുരത്യയം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ വിശേഷണമാണ്. കൃതദേവകേളനാണ് ദുരത്യയം. ദുരത്യമായിരിക്കുന്ന ബ്രാഹ്മണ ദ്രോഹത്തിന് അതിദീർഘാത് വ്യസനമസ്തു, വേഗം ശിക്ഷ കിട്ടട്ടെ. ഇവിടുത്തെ ശിക്ഷ എപ്പോഴും നരകശിക്ഷയേക്കാൾ കുറവാവുന്നതാണ്, സംശയിക്കാനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരാൾ ഏറി വന്നാൽ എന്താ ചെയ്യുക? കൊല്ലും. അതോടുകൂടി കഴിഞ്ഞില്ലേ? അത് വലിയ അവിടെ അങ്ങനെയില്ല, കൊല്ലില്ല, ജീവൻ പോവില്ല, എന്നിട്ട് അനുഭവിപ്പിക്കുകയാണ്. അപ്പം എല്ലാം കൊണ്ടും തീവ്രം നരക ദുഃഖമാണ്. അതുകൊണ്ട് ഇവിടെ കിട്ടിയാൽ അതുകൊണ്ട് കഴിഞ്ഞല്ലോ. അഖനിഷ്കൃതായ വ്യസനം തദസ്തു, പാപനിർമാർജനത്തിനായി കൊണ്ടാ ശിക്ഷ വേഗം എനിക്ക് കിട്ടണേ ഈശ്വര, എന്നാൽ അതോടുകൂടി തീർന്നല്ലോ എന്ന ഭാവത്തിൽ യഥാന കുര്യാ പുനരേവ മദ്ധ, വീണ്ടും ഇപ്രകാരം ഞാൻ ആവർത്തിക്കില്ലല്ലോ. കുറ്റം ശിക്ഷ കിട്ടിയ ഓർമ്മയുണ്ടാവും. ഇനി ഇങ്ങനെ ഞാൻ ചെയ്യില്ല. വീണ്ടും നകുര്യാട്ട്, വീണ്ടും ചെയ്യാത്ത വിധമുള്ള ശിക്ഷ എനിക്കിവിടെ കിട്ടണമേ. നല്ലവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക. അദ്ദേവരജംബലമൃതകോശം പ്രകോപിത ബ്രഹ്മകുലാനലോമേ ജഗത്തഭദ്രസ്യ പുനർനമേ ഭൂൻ പാപീയസീദേവഗോഭ്യാം
പറയണം. പ്രകോപിത ബ്രഹ്മകുലാനല, ഏറ്റവും കോപിക്കപ്പെട്ട ബ്രാഹ്മണകുലമാകുന്ന അഗ്നി. എങ്ങനത്തെ അഗ്നി? ബ്രാഹ്മണകുലമാകുന്ന അഗ്നി അല്ല, ബ്രാഹ്മണകുല അഗ്നിയാവില്ലല്ലോ. പ്രകോപിക്കപ്പെട്ട ബ്രാഹ്മണകുലാഗ്നി നോക്കണം. ബ്രാഹ്മണകുലാഗ്നിയൊന്നും അല്ലാതെ ആരെയും നശിപ്പിക്കില്ല. പക്ഷേ പ്രകോപിക്കപ്പെട്ടാൽ ആണ് കണ്ടീഷണൽ. ഒരാളുടെ നേരെ ഒരു ബ്രാഹ്മണ ശാപമോ കോപമോ താപമോ ഉണ്ടായാൽ അത് അഗ്നിയാണ്. പ്രകോപിക്കപ്പെട്ട ബ്രാഹ്മണാഗ്നി മേ ബലം വൃദ്ധകോശം ഇതിനെയൊക്കെ ദഹിപ്പിക്കട്ടെ. രാജാവിൻ്റെ ചിന്ത നോക്കൂ, ഒക്കെ പൊക്കോട്ടെ, ഭസ്മായിക്കോട്ടെ, എന്നാലും നരകശിക്ഷയേക്കാൾ ഭേദമാണ്. ഇതൊക്കെ പോയാലും എനിക്ക് വിരോധമില്ല, ശിക്ഷ കിട്ടുകയാണ് വേണ്ടത്, രക്ഷപ്പെടുകയല്ല. ഈ ഭഗവാന്റെ കഥ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാന്റെ കാലിലേക്ക് അസ്ത്രം അയച്ച ഒരു കാട്ടാളൻ, ജരാന്ന് അവൻ്റെ പേര്. അതിനോട് പ്രാർത്ഥിക്കണം എന്താ അറിയോ? സർവേശ്വര, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവൻ. എന്നാലും ഇത്രയും മനോഹരമായ രൂപമെടുത്ത് ഈ ലോകധർമ്മം അനുഷ്ഠിക്കുന്ന ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ പാദത്തിലേക്ക് അസ്ത്രം അയക്കാനല്ലേ ഈ നിർഭാഗ്യവാന് തോന്നിയത്? കാലിൽ വന്നാണ് നമസ്കരിച്ച സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും, അതിന് തോന്നിയില്ലല്ലോ. അതുകൊണ്ട് അതിന് പറ്റിയ ശിക്ഷ എനിക്ക് തരണേ എന്നാണ് അവനും പ്രാർത്ഥിക്കുക. ഇവരുള്ളവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുക എന്നാണ്. എനിക്ക് ശിക്ഷ വേണം, ചോദിച്ച് മേടിക്കുമോ ആരെങ്കിലും? എനിക്കിതിനുള്ള ശിക്ഷ വേണം, കാരണം നരകശിക്ഷ അനുഭവിക്കാൻ ഒഴിവാവാൻ വേണ്ടിയിട്ടാണ്. അതിനെനിക്ക് വയ്യ, കൃഷ്ണ എന്നെ ശിക്ഷിക്കൂ. അപ്പോൾ ഭഗവാൻ എന്താ പറയുക? മാമേ ജരേത്തം ഉത്തിഷ്ടാണിയിട്ടോളൂ, അങ്ങക്ക് ശിക്ഷയൊന്നുമില്ല. എൻ്റെ ഇഷ്ടമല്ലേ അങ്ങ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ലാണ്ട് ആർക്കെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഞാൻ വൈകുണ്ഠമാണ് തരണത് എന്ന് പറഞ്ഞിട്ട് ജരയെ അനുഗ്രഹിക്കുക ചെയ്തത്. അതേപോലെ ഇവിടെ ശിക്ഷ ചോദിക്കുകയാണ്. ഋദ്ധകോശം അത്യയേവ ദഹതു. എനിക്ക് ധാരാളം ധനം ശേഖരിച്ച് വെച്ചിട്ടുള്ള ധനശേഖരം ഉണ്ട്, ട്രഷറി എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. അതിനാണ് ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ കോശം എന്ന് പറയുക. ധനം ശേഖരിച്ച് വെച്ചതായിരിക്കുന്ന ധനശേഖരം അതെല്ലാം നശിക്കട്ടെ. അത്യയേവ, അപ്പം തന്നെ നശിക്കട്ടെ, ഞാൻ തന്നെ എന്നെ ശപിക്കണ പോലെ. അപ്പം അത് പിന്നെയോ അദ്ദഹതു, ദഹിപ്പിക്കട്ടെ. അഭദ്രസ്യ, ദുഷ്ടനായ മേ എനിക്ക് ഇനിയും പുന. അഭദ്രസ്യ മേ പുന, അഭദ്രനായിരിക്കുന്ന മംഗളസ്വരൂപനായിട്ടുള്ള എനിക്ക് വീണ്ടും ദ്വിജദേവ ഗോപ്യ, ബ്രാഹ്മണർ, ദേവന്മാർ, പശുക്കൾ ഇവരെ പാപീയസി, പാപം ചെയ്യണം എന്നുള്ള ബുദ്ധി, ധീ പാപീയസി ധീ, പാപബുദ്ധി, ധീ ബുദ്ധി ഉണ്ടാവരുതേ. മേ ഭൂത്, ന മേ ഭൂത്, പുനർ ന മേ ഭൂത് എന്നുണ്ട് അവിടെ. ന മേ ഭൂത്, ന മേ ഭൂത്, എനിക്കുണ്ടാവരുത്. എന്തുണ്ടാവരുത്? ദ്വിജദേവ ഗോപ്യ പാപീയസി ധീ. ബ്രാഹ്മണർ, ദ്വിജൻ, ദേവന്മാർ, പശുക്കൾ. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ അവർ ദേവന്മാർ ബ്രാഹ്മണരായിട്ട് പറയും. ഭൂമിയിലത്തെ ദേവന്മാരാണ് അത്രേ ബ്രാഹ്മണർ, യഥാർത്ഥ ധർമ്മം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ. ദ്വിജദേവ, ബ്രാഹ്മണർ, ദേവന്മാർ, പശുക്കൾ ഇവരിൽ പാപീയസി ബുദ്ധി ധീ ന മേ ഭൂത്, എനിക്ക് ഇനി ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. അവിടെ രാജാവിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ഇതൊരു നിമിഷത്തിൽ തോന്നി വളരെയേറെ പശ്ചാത്തപിക്കുകയും ചെയ്തു. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഗോക്കൾക്ക് ശുഭം ഉണ്ടാവട്ടെ, ബ്രാഹ്മണർക്ക് ശുഭം ഉണ്ടാവട്ടെ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അപ്പോൾ ഇവിടെ അങ്ങനത്തെ നല്ല ആൾക്കാരിൽ ഞാൻ ദ്രോഹമാണ് ചെയ്തത്. ദ്വിജ ദേവഗോപ്യ പാപീയസീധി ന മേ ഭൂത്, പാപബുദ്ധി എനിക്ക് ഇനി ഉണ്ടാവരുത്. സചിന്തയന്നിത്തമതാശൃണോത്യഥാ മുനേഷു ദോക്തോ നിരതിത്തക്ഷകാഖ്യ സസാധുമേനേന ശിരേണ തക്ഷക അലം പ്രസക്തസ്യ വിരക്തി കാരണം. ഇത്തം ചിന്തയൻ, ഇപ്രകാരം ചിന്തിക്കുന്ന, സ അവൻ, അഥ മുനെ പിന്നീട് മുനിയുടെ സുതോക്തി പറയപ്പെട്ട ശാപം ആകാശത്ത് നിന്ന് കേൾക്കുകയാണ്. ഇവിടെ വിചാരിച്ചേ ഉള്ളൂ എൻ്റെ സർവം നശിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ ശിക്ഷ കിട്ടി സമാധാനിക്കാലോ
എന്നിങ്ങനെ വിചാരിച്ചതും അശരീരി മുഖാന്തരം ആ ഋഷിപുത്രൻ തക്ഷകനാൽ ദംശിക്കപ്പെട്ട് മരിക്കും എന്ന വാർത്ത കേൾക്കുകയാണ്. അശരീരി മുഖാന്തരമാണ് കേൾക്കുന്നത്. സുതോക്ത തക്ഷകാക്യ നിരുതി എന്ന് പറഞ്ഞാൽ മൃത്യു എന്നർത്ഥാണ്. മൃത്യുവിൻ്റെ ദേവനാത്രേ നിരുതി, യമൻ. അപ്പം മരണത്തിൻ്റെ ആ വാർത്ത ശൃണോത് കേട്ടു, മരണവാർത്ത കേട്ടു. 7-ാം ദിവസം അങ്ങ് തക്ഷകം കടിച്ച് മരിക്കും. വരാൻ പോണ മരണവാർത്ത കേട്ടോ, വന്ന മരണവാർത്തയല്ലല്ലോ, വരാൻ പോകുന്ന ഭാവി മരണവാർത്ത, വരും എന്ന വാർത്ത, മരണം വരും എന്ന വാർത്ത അശൃണോ കേട്ടു. അപ്പം സമാധാനമായി. നന്നായി, ഞാൻ ആഗ്രഹിച്ചത് വന്നല്ലോ. ആര് പറഞ്ഞു? സുതോക്ത, മഹർഷിയുടെ പുത്രൻ, ശമീകൻ്റെ പുത്രൻ ശൃംഗിയാണ് അശരീരി മുഖാന്തരം വിവരം കൊടുത്തയച്ചത്. നന്നായി, ഒട്ടും ദുഃഖം ഉണ്ടായില്ല, നന്നായി. ഇവിടെ കഴിഞ്ഞുല്ലോ. ശൃണോത് കേട്ടു. പ്രസക്തസ്യ നചിരേണ വിരക്തി കാരണം. ഇത് എനിക്ക് ഈശ്വരൻ എന്തിനു തന്നതാണ്? വിരക്തി കാരണം, വിരക്തിക്കുള്ള കാരണമായിട്ട് തന്നതാണ്. പ്രപഞ്ചത്തോടുള്ള വിരക്തി ഉണ്ടാവാൻ ഏറ്റവും വേണ്ടത് എന്താ ചോദിച്ചാൽ പ്രപഞ്ചത്തിലുള്ള സുഖത്തെ കുറയ്ക്കുക എന്നാണ്. അതിലെന്തെങ്കിലും സുഖം ഉണ്ടായാലും ഇങ്ങനെ ഇരിക്കുക തന്നെ ഉള്ളൂ. ചിലർക്ക് കുട്ടികളില്ലാതെ ഈശ്വരനോട് അടുക്കേണ്ടി വരും, പൂന്താനത്തിനെ പോലെ. കുട്ടിയെ കൊടുത്താലോ കുട്ടിയെ മടിയിൽ വെച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. ധനം ഉള്ളവർക്ക് ധനം പോയാലോ ധനം ഉണ്ടെങ്കിൽ എണ്ണിയിരിക്കലേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയൊക്കെ വിനിയോഗിക്കാം, എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ചിലർക്ക് ദാരിദ്ര്യം കൊടുത്തിട്ടാവും ഈശ്വരഭക്തി ഉണ്ടാവുക. അതുകൊണ്ട് ഒരു പ്രപഞ്ചത്തിലുള്ള എന്തെങ്കിലും വേണ്ട കാര്യം ഇല്ലാതായാൽ സന്തോഷിക്കുക, അത്രേ വേണ്ട. അത് ഐശ്വര്യം ആണ് എന്നാണ് ഒരു തരത്തിൽ. അത് ശ്രേയസ്സാണ്, പക്ഷേ പ്രേയസ് അല്ല എന്ന് നമ്മൾക്ക് പറയാം. നമ്മൾ കാണിക്കുന്ന പറയപ്പെടുന്ന ധനധാന്യ ഐശ്വര്യ വാഹനാദികൾ ഒക്കെ പ്രേയസ് മാത്രമാണ്, ശ്രേയസ്സല്ല. ശ്രേയസ് എന്ന വാക്കിന് അത് അർഹമല്ല. ഇതൊക്കെ ഇല്ലാത്തത് ചിലപ്പോൾ ശ്രേയസ്സാവും. കുചേലന് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം ശ്രേയസ്സില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ശ്രേയസ് എപ്പോഴും ധനധാന്യ വാഹനാദികൾ, ധനം, ഭൂമി, വീട് ഇതല്ല, അത് പ്രേയസ്സാണ്. അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രേയസ്സല്ല. അതുകൊണ്ട് വിരക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഇതൊക്കെ ഇല്ലാണ്ട് യോലാത്രേ, എന്നാലെയാണ് പ്രപഞ്ചത്തോട് വിരക്തി ഉണ്ടാവുക. വിരക്തിക്ക് കാരണമായ തക്ഷകാഗ്നിയെ, തക്ഷകാനലം, തക്ഷകൻ എന്ന ശാപാഗ്നി എനിക്ക് ഉണ്ടായി. അങ്ങനെ വിചാരിച്ചു മേനെ, വിരക്തിക്കുള്ള കാരണമാണ് തക്ഷകാഗ്നി എന്ന് വിചാരിച്ചു. തക്ഷകശാപത്തെ തനിക്ക് വിരക്തിക്കുള്ള കാരണമായി എടുത്തു, വിചാരിച്ചു. അതൊരിക്കലും ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു മോശമായതായിട്ടോ തോന്നിയില്ല. നസാധു മേനേ നശിരേണ തക്ഷകാത്, അധികം താമസിയാതെ തക്ഷകാഗ്നി എന്നെ ബാധിക്കും, തക്ഷകം കടിക്കും. അലം പ്രസക്തസ്യ വിരക്തി കാരണം, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആസക്തമായിരിക്കുന്ന എനിക്ക് വിരക്തി ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. നന്നായി. ന സാധുമേനേ നശിരേണ തക്ഷകാത് അലം പ്രസക്തസ്യ വിരക്തി കാരണം. നചിരേണ ഉടൻ തന്നെ, ഉടൻ നാന്ന് നെഗറ്റീവ് അല്ല കേട്ടോ. ഒക്കെ വാക്കുകൾ ഓരോ അർത്ഥത്തിനനുസരിച്ച്. ന അചിരേണ എന്ന് ഒരിക്കലും വായിക്കരുത്. എന്ന് പറഞ്ഞാൽ വിരക്തി ഉണ്ടാവരുത് എന്നല്ലേ വരിക. അധികം താമസിയാതെ വിരക്തി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അവിടെ എന്നാന്ന് വന്നാൽ ഒക്കെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവാകും. നചിരേണ എന്ന് ഒന്നിച്ചാണ് എന്ന് പറഞ്ഞാൽ അധികം താമസിയാതെ പോസിറ്റീവ് അർത്ഥം വരാവും. അവിടെ വിരക്തി കാരണം ഉണ്ടാവില്ലേ വേണ്ടത്. അപ്പം നചിരേണ വേഗം എന്നർത്ഥമാണ്, ഒന്നിച്ചാണ്. ന ചിരേണെന്നോ ന അചിരേണെന്നോ അല്ല, നചിരേണ വേഗം വിരക്തി എനിക്ക് ഉണ്ടാവട്ടെ. വിരക്തി എന്ന് പറഞ്ഞാൽ അത്ര വേഗം ഉണ്ടാവില്ല, വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം അതിലൊരു കാരണം കിട്ടിയ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ്. അതോ വിഹായേമമും ചലോകം
വിഹായേമമും 3 മാ ഉണ്ട്. വിഹായേമമും വിഹായേമം പ്ലസ് അമും ച ലോകം വിമർശിതോഹേയതയാ പുരസ്ത കൃഷ്ണാംഗ്രിസേവാമതിമന്യമാന ഉപാവിശ പ്രായം അമർത്യനാദ്യം. പ്രായം പ്ലസ് അമർത്യ ആണ് 2 മാവാണ്. പ്രായം അമർത്യം പ്രായം അമർത്യനാദ്യാം അമർത്തനദ്യാം. അതോ അനന്തരം പുരസ്താത് മുമ്പിൽ ഇമം ലോക ഈ ലോകത്തെ വിഹായ ഉപേക്ഷിക്കത്തക്കതായിട്ട് വിമർശിത ആലോചിച്ചു. ലോകം വിടേണ്ട സമയം തനിക്കായി. ഈ ലോകമാണ് വിടണം എന്നൊരു തോന്നൽ വന്നാൽ അസ്ഥാനത്ത് വരാനും പാടില്ല, സ്ഥാനത്ത് വരും വേണം. അങ്ങനെ ഒന്നാണത്രേ ഈ ലോകം വിടണം എന്ന ചിന്ത. പ്രായമുള്ള ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ നല്ലതാണ്. അല്ലാത്തൊരാൾക്ക് ലോകം വിടണം തോന്നിയാൽ അബദ്ധമല്ലേ. 30 വയസ്സിലൊരാൾക്ക് തോന്നുകയാണ് എനിക്ക് ലോകം വിടണം പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. ശങ്കരാചാര്യർക്ക് മാത്രമേ 32 വയസ്സിൽ അങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്നാണ്. അത് സ്പെഷ്യൽ കേസാണ്, സാധാരണ ഒരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം അങ്ങനെയില്ല. ഇവിടെ തൻ്റെ തെറ്റ് ചെയ്തിരിക്കണു. കുറച്ചൊക്കെ രാജ്യമൊക്കെ ഭരിച്ചു ഇനി എത്രയായാലും മതിയാവുക. ഒരു യഥാർത്ഥ വിരക്തിയാണ്. അതുകൊണ്ട് നന്നായി. ലോകത്തെ ഉപേക്ഷിക്കുക. വിഹായ ഉപേക്ഷിക്കത്തക്കതായിട്ട് വിമർശിത ആലോചിച്ചു. ഇനി എന്തായാലും ഈ ലോകത്തിനോട് തനിക്ക് ബന്ധം വേണ്ട. തൊക്കെ ദുഃഖത്തെ മാത്രമേ തരൂ. പിന്നെ പറയണ കൃഷ്ണാംഗ്രിസേവാം കൃഷ്ണൻ്റെ പാദസേവയെ നന്നായി വിചാരിച്ച് ഇനി ഭഗവത് പാദസേവയല്ലാതെ തനിക്ക് യാതൊന്നും. ഇതെങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടോട്ടെ, എത്ര നമ്മൾ താണോട്ടെ, എങ്ങനെ ലോകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തോട്ടെ, താഴ്ത്തപ്പെട്ടോട്ടെ, നശിച്ചിട്ടൊന്നുമില്ല. ഇവർക്കൊന്നും കിട്ടാത്ത ഒരു സ്റ്റാറ്റസ് എന്ന് തന്നെ പറയാം, ഇംഗ്ലീഷ് പറയാച്ചാൽ അങ്ങനത്തെ ആൾക്കും ഉണ്ട്. അത് ഭഗവത് പാദ സേവയാണ്. അത് ഇവർക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഈ ലോകത്തിലുള്ളവർക്ക് കിട്ടുമോ അതൊക്കെ? അപ്പം അങ്ങനെ ഈശ്വര സേവയ്ക്കുള്ള ഒരു അവസരം. ഈ ഈശ്വര സേവ എന്ന് പറയുന്നത് എപ്പോഴും എന്നെ അറിയോ, ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ കണ്ണ് രാവിലെ തുറന്നാൽ തുടങ്ങുകയി കുളിയൊന്നും കഴിയേണ്ടതാണ്. പിന്നെയല്ലേ ഈശ്വരനിലേക്ക് മനസ്സ് വരികയാണ്. എപ്പോൾ വരെ? ഉറങ്ങണ വരെ. അങ്ങനെ ആവാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും പറ്റും. പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞയക്കരുത്. ഇതാണ് ശരിക്കും ഈശ്വര സേവ. ഒരു അരമണിക്കൂർ നാമം ചൊല്ലി അടച്ചു വെച്ചു പുസ്തകം വിളക്ക് കെടുത്തി അതുകൊണ്ടൊന്നും ആയില്ല. അതൊക്കെ എന്തിനാ അറിയോ? സദാ നമ്മുടെ മനസ്സിൽ ഈശ്വരനെ കുടിവെക്കാനുള്ള ഒരു ബ്രഷിങ്, അത്രയേ ഉള്ളൂ. കണ്ണാടി നന്നായിട്ട് തുടച്ചു അവിടെ വെച്ചുകൊണ്ടായോ വല്ലതും നടക്കുമോ? ഈ തുടയ്ക്കലാണ് രാവിലെ നമ്മൾ ചെയ്യണത്. അത് നോക്കണം, കണ്ണാടി നോക്കണ്ടപ്പോൾ നോക്കണം. അതുപോലെ ഈ ബ്രഷിങ് അല്ലെങ്കിൽ ദിവസേന ഒന്നിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഓൺ ചെയ്യൽ മാത്രമാണ്. അതോടെ നമ്മൾ നിർത്തലാണ് പലരും പതിവ്. അതല്ല, സദാ ഭഗവാന്റെ മനസ്സിൻ്റെ ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എപ്പോഴും ഇരുന്ന് ധ്യാനിക്കണം എന്നാണോ പറഞ്ഞത്? അല്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വേറെ പ്രവൃത്തി ചെയ്യുമ്പോഴും പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മനസ്സ് ഈശ്വര പാദസേവയിൽ ഭഗവാന്റെ സ്മരണയിൽ നിർത്തുക. എല്ലാം ഈശ്വര സങ്കല്പമാണെന്ന് വിചാരിക്കുക. നമുക്ക് വിപരീത അനുഭവങ്ങൾ വരും. അതും നല്ല അനുഭവങ്ങൾ വന്നാലും ഒരേപോലെ എടുക്കാൻ കഴിയുക. നമ്മൾ പറഞ്ഞൊക്കെ ഇപ്പോൾ നടക്കണം എന്നുണ്ടോ? നടന്നു, അത്രയേ ഉള്ളൂ. ഇതിലൊന്നും ദുഃഖമോ നിരാശയോ തോന്നാതെ കൃഷ്ണപാദസേവയെ സദാ ചിന്തിക്കുന്നതാണ് ഈശ്വരോപാസന. അപ്പോൾ ഒരു സമയത്ത് അരമണിക്കൂറും 3 മണിക്കൂറും അല്ല, എത്ര നേരം നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടോ അത്രയും നേരം നമ്മൾ ഈശ്വരങ്കലാവണം. അതാണ് സാധന. അതിനൊന്ന് ബ്രഷപ്പ് ചെയ്യണു. ഒരു അരമണിക്കൂർ രാവിലെ വിളക്കൊളുത്തി, ഇത്രയേ ഉള്ളൂ. സന്ധ്യയ്ക്കും ഒന്നും കൂടി ആക്ടിവേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ആക്ടിവേഷനാണ് ഈ 2 എണ്ണം.
ഇത് ഈശ്വരസേവയല്ല ശരിക്കും, അതിൻ്റെ ആക്ടിവേഷൻ മാത്രമാണ്. ഒന്നാം ശരിയാക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിത് സദാ ചെയ്യണം. അപ്പോൾ കൃഷ്ണാംഗ്രി സേവാം, കൃഷ്ണപാദപത്മത്തെ സേവിക്കുന്നവനായിട്ട് അധികം വിചാരിച്ചു. നന്നായി, തക്ഷകൻ്റെ ശാപം നന്നായി. ആരെങ്കിലും ഇങ്ങനെ വിചാരിക്കുമോ? അമർത്യനദ്യാം, ദേവനദീ തീരത്തിൽ, ഗംഗാതീരത്തിൽ. ഗംഗയാണ് ഇവിടെ ദേവനദി എന്ന് പറഞ്ഞത്. അമർത്യനദി ഗംഗ. അമർത്യൻ ദേവന്മാർ. അമർത്യൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്, മരണമില്ലാത്തവൻ. അമർത്യൻ ദേവൻ. അമർത്യനദി ദേവഗംഗ, ദേവനദി. അവിടെയൊക്കെ അങ്ങോട്ട് പോയി പ്രായോപവേശം ചെയ്തു. പ്രായം ഉപാവിശത്. ഉപാവിശത് പ്രായം എന്ന് പ്രായം എന്ന് ആദ്യം പറയണം. പ്രായോപവേശത് അങ്ങനെ വാക്ക് വരിക. പ്രായോപവേശം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുക. ഇനി താൻ ഭക്ഷണം കഴിക്കില്ല, ആരോട് സംസാരിക്കില്ല, ഈശ്വരകാര്യം ഒഴികെ ചോദിക്കുകയൊക്കെ ചെയ്യാൻ സംശയം, അല്ലാണ്ടൊന്നും പറയില്ല. ലോകം വിട്ടു. നല്ല വസ്ത്രമോ കാര്യങ്ങളോ, പട്ടുവസ്ത്രമോ, വള, സ്വർണ്ണമൊക്കെ മാറ്റി എല്ലാം മരവുരി എടുത്തിട്ടാണ് പോണത്. ഭക്ഷണം ഇനി കഴിക്കില്ല. വീട്ടിൽ പാകം ചെയ്ത് ഒരു ഭക്ഷണവും താൻ കഴിക്കില്ല. അതിനാണ് എന്ത് പറയുക? പ്രായോപവേശം. തിരിച്ചിട്ടു കവിതയ്ക്ക് വേണ്ടിയിട്ട്. ഉപാവിശത് പ്രായം, പ്രായോപാവിശത്, പ്രായോപവേശം എന്നാണ് വാക്ക്. പ്രായോപവേശം ചെയ്തു. ഉപാവിശത് പ്രായം, പ്രായോപവേശം. പ്രായം അമർത്യനദ്യാം, അമർത്യനദി ഗംഗ, ദേവനദി എന്നാണ് അതിന് പറയുക. അമർത്യൻ ദേവൻ, നദി ഗംഗ. ദേവഗംഗയുടെ തീരത്ത് പ്രായോപവിശത്, പ്രായോപവേശം ചെയ്തു. ഇനി ഇങ്ങോട്ടില്ല എന്ന് ഉറപ്പിച്ചു. അതോ വിഹായേമമും, അമും എന്നാണ് വാക്ക് കേട്ടോ. അമും ചലോകം, അമും അദ്ദേഹം. ഇമം ലോകത്തെ, ഇമം ലോകത്തെ. അതോ വിഹായേമം അമും ച ലോകം, ഈ ലോകം. ഈ എന്ന് പറഞ്ഞ പ്രവനം ഡിസ് എന്നുള്ളതിനാണ് സംസ്കൃതത്തിൽ അമും എന്ന് പറയുക. ഇമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ. അഹോ അതോ വിഹായേമം അമും ച ലോകം. പരീക്ഷിത്ത്. അമും ച ലോകം വിമർശിതോ ഹേതയാ പുരസ്താത് കൃഷ്ണാംഗ്രിസേവാം അതിമന്യമാന ഉപാവിശ പ്രായമമർത്യനദ്യാം. ദേവനദിയായിട്ടുള്ള ഗംഗയിൽ പ്രായോപവേശം, ഉപാവിശ പ്രായം തിരിച്ചിടണം, പ്രായോപവേശം ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് വിട്ടു. പട്ടവള ഒക്കെ അഴിച്ചു വെച്ചു, കിരീടം അഴിച്ചു വെച്ചു, മരവുരി ധരിച്ചു. എന്നിട്ടാണ് പ്രായോപവേശത്തിന് പോയത്. യാവേ ലസശ്രീ തുളസി വ്യമിശ്ര കൃഷ്ണാംഗിരേണ്വപ്യതിഭാം അധികാംബുനേത്രി പുനാതിലോകാൻ ഉഭയത്ര ശേഷാൻ കസ്താം ന സേവേതമരിഷ്യമാണ. ലസശ്രീ തുളസി വിമിശ്ര കൃഷ്ണാംഗ്രി. കൃഷ്ണപാദത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാ? ലസശ്രീ തുളസി. ശ്രീ ലക്ഷ്മീദേവി സദാ വിളങ്ങുന്നുണ്ട്. ഭഗവതി ലക്ഷ്മി എപ്പോഴും എന്താ ചെയ്യുക? ഭഗവാന്റെ പാദത്തെ സേവിക്കുക, അല്ലേ? അതാണ് അവിടെ ലസശ്രീ. പിന്നെ തുളസിയുണ്ട്. ഭക്തന്മാർ ഭക്തിയോടുകൂടി സമർപ്പിച്ച തുളസിപ്പൂവ് എവിടെയാണ് പോയിട്ട് വീഴുക? ഭഗവാന്റെ പാദത്തിൽ. അപ്പോൾ ലക്ഷ്മിയാലും ഭക്തന്മാരാൽ സമർപ്പിക്കപ്പെട്ട തുളസിയാലും വിളങ്ങുന്ന പാദപത്മത്തിൻ്റെ മഹത്വം എത്രയുണ്ടാവും? ലക്ഷ്മിയാണ് പാദത്തെ വിൽക്കണതേ, ചില്ലറ കാര്യത്തെയല്ല. അഷ്ടൈശ്വര്യ സിദ്ധി, അഷ്ടലക്ഷ്മിയുടെ വിളനിലമായിട്ടുള്ള ദേവിയാണ് സേവിക്കണത്. ആ പാദത്തിന് ഐശ്വര്യം കണ്ടിരിക്കുമോ? ഭക്തന്മാർ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന തുളസിയും. ലസശ്രീ തുളസി വിമിശ്ര രണ്ടും ചേർന്ന പാദപത്മം. കൃഷ്ണാംഗ്രി രേണു. അങ്ങനത്തെ കൃഷ്ണ പാദപത്മത്തിലെ ആ പാദധൂളികൾ അമ്പുനേത്രി സദാ വഹിച്ചുകൊണ്ടിരിക്കുന്നു ഗംഗ. അവിടെ ഗംഗയുടെ മഹാത്മ്യമാണ് അപ്പോൾ വരുന്നത്. പാദത്തെ വർണ്ണിച്ചു. അങ്ങനത്തെ പാദത്താൽ സദാ പാദത്തെ സദാ കഴുകിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണാംബു രേണു അധിക അമ്പുനേത്രി. വളരെയേറെ ജലമുള്ള, ഗംഗയിൽ നല്ല ജലപ്രവാഹം. അപ്പോൾ വളരെയേറെ ജലം ദഹിച്ചു കൊണ്ടിരിക്കുന്ന യാവൈ, യാതൊരു നദി. ലക്ഷ്മിയാലും തുളസിയാലും സേവിക്കപ്പെട്ട, അലങ്കരിക്കപ്പെട്ട, ശോഭിക്കുന്ന പാദപത്മം സദാ കഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണപാദത്താൽ ശോഭിക്കുന്ന നദി
ഗംഗ എന്ത് ചെയ്യണു? പുനാതിലോകാൻ ഉഭയത്ര ശേഷാൻ, ലോകങ്ങളെ രണ്ട് ഭാഗത്തും ശുദ്ധമാക്കുന്നു, അകത്തും പുറത്തും. രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ അകത്ത് ശുദ്ധമാവണം, കുളിച്ചാലോ പുറത്ത് ശുദ്ധമാവും. കുളിച്ചാൽ പുറത്തേ ശുദ്ധമാവുള്ളൂ കേട്ടോ. അകത്ത് ശുദ്ധമാവണം വെച്ചാൽ ഈശ്വരകഥ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം, വേണ്ടേ? എത്ര കുളിച്ചിട്ടോ വേറെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചാൽ ഉള്ളു ശുദ്ധമാവുമോ? ഒരിക്കലും ഇല്ല. ഉള്ളു ശുദ്ധമാവണം വെച്ചാൽ ഭക്തി ഉണ്ടാവുക. ഉഭയത്ര, ആ നദിയിൽ കുളിച്ചാൽ രണ്ടും ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാവും, ശരീരശുദ്ധിയാണ്. ഉഭയത്ര പുനാതി, ശുദ്ധമാക്കുന്നു. മരിഷ്യമാണ താം ന സേവേദ, മരണത്തിലേക്ക് പോണ ഏതൊരാളാണ് ആ നദിയെ സേവിക്കാതിരിക്കുക? ആരാ മരിക്കാത്ത? എല്ലാവരും മരിക്കണവരാണ് എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാവർക്കും ശരിക്കും സേവ്യമാണ് ഗംഗ. ഭൂമിയിൽ വന്നിട്ട് ഗംഗയിൽ കുളിക്കാണ്ട് ഇവിടുന്ന് പോവുക, ഭാരതത്തിൽ ജനിച്ചിട്ട് വെച്ചാൽ വലിയ നഷ്ടാത്രേ. ഗംഗ കാണുക, ഗംഗയിൽ കുളിക്കുക, ഹിമാലയം കാണുക, ഭാരതം വായിക്കുക, ഭാഗവതം കേൾക്കുക, ഗീത പഠിക്കുക. ഈ 5 എണ്ണം ഭാരതത്തിൽ ജനിച്ചവർ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ചണ്ടാളനാണ്, അതിലും മോശമാണെന്നാണ്. ചെയ്യാനാണല്ലോ ഭാഗവതം കേൾക്കുക. അതും കേൾക്കുക അത്രയധികം വേണ്ടത്. കേൾക്കുമ്പോഴത്തെ സുഖമില്ല കേട്ടോ, വായിക്കുമ്പോൾ പറഞ്ഞുതരാം. കുറച്ചിങ്ങനെ കേട്ടിട്ട് ആസ്വദിക്കാൻ പഠിച്ചാൽ നമുക്ക് തോന്നും ഒരാൾ വായിച്ചിട്ട് കേൾക്കുക നല്ലതെന്ന്. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ശിഷ്യന്മാരും താനേ അധ്യായം ഒന്ന് വായിക്കണോ എന്ന് പറയും. അവർക്ക് ദക്ഷിണ അതേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. ഇത്രാമത്തെ അധ്യായം ഒന്ന് വായിച്ചു തരുമോ? അവർക്ക് വായിക്കാൻ വയ്യാണ്ടായി, ശക്തി സ്ട്രെയിൻ എടുക്കണ്ടേ, അതൊന്ന് വായിച്ചതാ എന്ന് എത്രയോ ഗുരുനാഥന്മാർ പറയാറുണ്ട്. അതേ അവർക്ക് വേണ്ടു. നാട്ടുവർത്തമാനൊന്നും ഇവിടെ പറയണ്ട. ആ രാസക്രീഡെന്ന് വായിച്ചോളൂ, എന്നെ കാണാൻ വന്നതല്ലേ, എന്നോട് വർത്തമാനം പറയണ്ട, എനിക്ക് അങ്ങോട്ടും പറയാനില്ല. അതുണ്ടായിരുന്നു ജ്ഞാനാനന്ദസ്വാമിയുടെ അടുത്തൊക്കെ. പേര് വിളിച്ചിട്ടാ പറയുക, ബാല ആ 32 ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവർക്കതേ വേണ്ടു എന്നർത്ഥം. പുനാതിലോകാൻ ഉഭയത്ര ശേഷാൻ കസ്താന്ന സേവേത മരിഷ്യമാണ്. മരണമുണ്ട് എന്ന് ഉറപ്പായാൽ അങ്ങനത്തെ മനുഷ്യൻ ഏതൊരാൾക്കാ ഗംഗയിൽ പോകണ്ടാവുന്നുണ്ടാവുക? ഗംഗയിൽ പോവുക, ഗംഗയിൽ കുളിക്കുക, അതൊക്കെ ആ മുക്തി ആഗ്രഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ആ നദിയുടെ തീരത്തേക്കാണ് ആര് പോയത്? പരീക്ഷിത്ത് പോയത്. തുടർന്ന സംഭവങ്ങളാണ്. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.